സുരേന്ദ്ര, സാക്ഷാൽ മഹാദേവി ഒരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചാൽ അതിന് ഒരു കാര്യങ്ങളും ഒരു തടസ്സവും ആവില്ല. എവിടെ വെച്ച് എപ്പോ നടക്കുമെന്നൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ദേവി തീരുമാനിച്ചത് ദേവി നടത്തി തരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഉത്കണ്ഠപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. കേട്ടോ തമ്പിയേട്ടാ, സത്യം പറഞ്ഞ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വന്ന കാര്യം സാധിച്ച് ഇത്രയും വേഗം മടങ്ങൂന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതെ അതെ, എന്തായാലും ഇന്ന് തന്നെ മടങ്ങാൻ പറ്റിയത് കാര്യേ. കൂട്ടത്തിൽ സന്ദീപിനെ കിട്ടിയതും. ആ, നാട്ടിലെത്തിയിട്ട് വേണം ആ ഇൻകം ടാക്സിന്റെ ഹെഡേക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ. ഏ മാൻ, വാട്ട് ഹാപ്പൻ? നീ എന്താ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? അല്ല, നീ നിന്റെ കാമോയ്ക്ക് വെഡിങ് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലേ? ഇനി എന്തിനാ സന്ദീപ് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന? പക്ഷേ അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടത് തന്നെ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗിഫ്റ്റ് അല്ലേ? പക്ഷേ വർഷ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാനും അക്കാര്യം ഓർത്തത്. കല്യാണത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന നൽകാന്ന് ഞാൻ അവളുടെ അച്ഛനോട് ഒരിക്കൽ പറഞ്ഞതായിരുന്നു. അവിടെ വെച്ച് ഓർത്തിരുന്നെങ്കിൽ ആ കടം അങ്ങ് വീട്ടായിരുന്നു. അത് കാര്യമാക്കണ്ട. നമുക്ക് നാട്ടിലെത്തിയിട്ട് ആ സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ ഒരു തുക അങ്ങിട്ട് കൊടുക്കാം. അവര് ഹാപ്പി ആയിക്കോട്ടെ. ആരെന്തു വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ, പക്ഷെ എന്റെ സന്ദീപ് മോൻ മൂകാംബിക അമ്മ നിശ്ചയിച്ച വഴിയിലൂടെയാ സഞ്ചരിക്കുന്നേ. അമ്മ അവനെ ഒരിക്കലും കൈവിടില്ല. ദേവി ആഗ്രഹിച്ചൊന്നും നൽകാതെ എന്നെ ഈ മണ്ണിൽ നിന്ന് തിരിച്ചയക്കുകയാണല്ലേ? സാരമില്ല, എനിക്കതിൽ പരാതിയൊന്നുമില്ല. എന്നെ ഓർത്ത് ദേവൂട്ടി ഒരിക്കലും സങ്കടപ്പെടാതിരുന്നാൽ മതി. എന്റെ ഈശ്വര, രാത്രിയായോ? അപ്പോ ഞാൻ ഇത്ര നേരം കിടന്ന് ഉറക്കമായിരുന്നോ? എന്ത് പറ്റി? മോനെ ഉണർന്നോ? അല്ല, ഞാൻ ഇത്ര നേരം കിടന്ന് ഉറക്കമായിരുന്നു അംബികാമ്മേ. എനിക്കെന്താ പറ്റിയേ? അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത്. ഭക്ഷണം കഴിഞ്ഞപ്പോ മുതല് മോനൊരുമാതിരി മത്ത് പിടിച്ചതുപോലെയായിരുന്നു. മുറിയിലേക്ക് വന്നിട്ട് ഒറ്റ കിടപ്പായിരുന്നു. അപ്പ തന്നെ ഉറങ്ങുകയും ചെയ്തു. ഞാൻ 2-3 പ്രാവശ്യം വന്ന് വിളിച്ചുണർത്താൻ നോക്കിയതാ. അപ്പോ മോന്റെ അച്ഛനും അമ്മയാ അത് വേണ്ടെന്ന് പറഞ്ഞത്. മോൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ സമയം എത്രയായിട്ടുണ്ടാവും? മണി ഇപ്പൊ 8 മണി ആകാറായിട്ടുണ്ട്. ഈശ്വര, ഞാൻ വൈകിട്ട് സന്ദീപേട്ടനെ കാണണമെന്ന് വിചാരിച്ചാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ മൊബൈലോടെ? ഇവിടെ ഇല്ലേ? എന്നാ മോന്റെ അച്ഛനും അമ്മയും എടുത്തു മാറ്റിയതായിരിക്കും. ചെന്ന് അവരോട് ചോദിക്കേ. ചായ.
അമ്മ എന്റെ മൊബൈൽ എടുത്തായിരുന്നോ? ആ നീ എഴുന്നേറ്റോ? എന്തൊരു ഉറക്കമായിരുന്നടാ. എന്നിട്ട് നിങ്ങൾ ആരും എന്നെ വിളിച്ചില്ലല്ലോ. നിനക്ക് നല്ല ക്ഷീണം കാണുന്നു കരുതി ഉറങ്ങിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. എന്റെ ഫോൺ എവിടെ? ആ അത് ചാർജ് തീർന്ന് ഓഫായി പോയായിരുന്നു. ഞാൻ പിന്നെ ചാർജ് ആവാൻ കുത്തിവെച്ചിട്ടുണ്ട്. ദേ അവിടെ ഇരിക്കുന്നു. അമ്മ ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. ഈ സമയത്ത് ഇത്ര അത്യാവശ്യമായിട്ട് ആരെ കാണാൻ പോവുക? എനിക്ക് ആ സന്ദീപേട്ടനെ ഒന്ന് കാണണം, വളരെ അർജന്റാ. അയാളെ കാണാനാണോ? എന്നാ നീ കഷ്ടപ്പെട്ട് ഈ രാത്രി പോകണ്ട. അവരൊക്കെ വൈകിട്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു. വഴിക്ക് വെച്ച് ഞാൻ കണ്ടിട്ടാ വരുന്നത്. അല്ല ഇപ്പൊ അത്യാവശ്യമായിട്ട് അയാളെ കണ്ടിട്ട് എന്ത് കാര്യം പറയാനാ? അല്ല എന്താണെങ്കിലും എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അച്ഛാ, അച്ഛൻ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ തന്നോ? സ്പെഷ്യലായിട്ടോ എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതാ ഞാൻ ചോദിച്ചത്. നീ എന്താ മോനെ പറഞ്ഞു വരുന്നത്? ഞാൻ നിനക്ക് ഭക്ഷണത്തിൽ വല്ല മയക്കുമരുന്നും ചേർത്ത് തന്നെന്നാണോ ചോദിക്കുന്നത്? ദേ കിഷ, നീ എന്നെ വെറുതെ സംശയിക്കരുത്. നീ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ല മരുന്നോ പൊടിയോ മേടിച്ച് കയറ്റി കാണും. അതിനിപ്പോ ഞാനെന്ത് പഠിച്ചെന്നാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എന്തായാലും നല്ല ഉറപ്പുണ്ട്. പക്ഷെ അച്ഛനെ എനിക്കിപ്പോ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നത്. എന്താടാ, എന്താ നീ പറയുന്നേ? ഞാൻ നിനക്ക് മയക്കുമരുന്ന് തന്നെന്നാണോ? ഈ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ മാത്രമേ ചെയ്യൂ. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ ഓടിച്ച് നിന്നെ ഞാൻ. എന്തിനുള്ള പുറപ്പാടാ? അയ്യോ മോനെ, എന്താ ഇതൊക്കെ? നിങ്ങൾ വഴക്കൂടല്ലേ? നിങ്ങളിങ്ങ് വന്നേ. കയ്യിൽ വിടടി. സന്ദീപേ, നീ ദിവാസ്വപ്നം കാണുകയാണോ? ഫോൺ റിങ് ചെയ്യുന്നു. ആ കിഷൻ, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ വന്നിരുന്നു. സോറി സന്ദീപേട്ടാ, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ പകല് വല്ലാണ്ട് ഉറങ്ങിപ്പോയി. അല്ല, ചേട്ടനെപ്പോഴാ എന്റെ വീട്ടിൽ വന്നത്? ഞാൻ പോകുന്നതിന് കുറച്ചു മുമ്പ്. അവിടെ വന്നപ്പോ നീ അവിടെ ഇല്ലെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. എന്താ? ഞാൻ വീട്ടിലെന്ന് അമ്മ പറഞ്ഞു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സന്ദീപേട്ടാ. ഞാൻ വീട്ടിലുള്ള കാര്യം അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ. ഏയ്, നീ വീട്ടിലില്ലെന്ന് നിന്റെ അമ്മ എന്നോട് തറപ്പിച്ച് പറഞ്ഞതല്ലേ?